ഹരി ഓം. ആതാമ്രപാണികമലപ്രണയപ്രദോദമാലോലഹാരമണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുകണമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോനഃ. പാർത്ഥസാരഥിയായ ഗീതാചാര്യനായ ആ മഹാപ്രഭുവിൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മനോഹര രൂപമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ചെന്താമരപ്പൂവ് പോലെ തുടുത്ത കയ്യിൽ ചാട്ടവാറുണ്ട്. മുത്തുമാലകളും രത്നകുണ്ടലങ്ങളും പൊന്നൂലുകളും ദേഹത്തിൽ ആടിക്കളിക്കുന്നു. വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു വരുന്നുണ്ട്. കാർമേഘം പോലെയുള്ള നീല നിറമാണ്. അങ്ങനെയെല്ലാമായി അർജുനൻ്റെ തേരിനെ അലങ്കരിച്ചതുമായ ആദ്യമായ തേജസ് നമ്മെ രക്ഷിക്കുമാറാകട്ടെ എന്ന് കവി പറയുന്നു. ഭഗവാനെ, മഹാപ്രഭുവായും ഗുരുവായും മകനായും ഒക്കെയും അവിടുന്ന് ഹൃദയത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. ഹൃദയവാനിലെ നീലജ്യോതിസായി കാർവർണ, അങ്ങ് എൻ്റെ ജീവിതമാകുന്ന തേര് നയിക്കുന്നു. ആവും വിധമൊക്കെയും ഞാൻ നോക്കി, ആവതില്ല ഭഗവാനെ ഇനിയും. ആയതിനാൽ ഞാനിതാ എൻ്റെ കർമ്മബന്ധങ്ങളാൽ കെട്ടപ്പെട്ട ജീവിതത്തെ ഒരു കടിഞ്ഞാണാക്കി ചെന്താമരപ്പൂ പോലെയുള്ള അവിടുത്തെ ആ വലിയ നീണ്ട ബാഹുക്കളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായി സർവവും നയിച്ചാലും ഭഗവാനെ. നീലവാനിലെ പൂർണ്ണചന്ദ്രനെ പോലെ എൻ്റെ ശ്രീകൃഷ്ണചന്ദ്ര, അവിടുന്ന് എൻ്റെ ജീവിതത്തെ ചൈതന്യപൂർണ്ണമാക്കുന്നുവെന്ന് എനിക്ക് എന്നേ അറിയാം. നാരായണ. നഖനിയമിത കണ്ടൂൻ പാണ്ഡവസ്യന്തനാശ്വാനനുദിനമഭിഷിഞ്ചൻ അഞ്ജലിസ്തൈഃ പയോഭിഃ അവതു വിദധഗാത്രസ്തോത്രനിസ്യൂതമൗലിർദശന വിധൃതരശ്മിർദവകീ പുണ്യരാശിഃ. മഹാഭാരത യുദ്ധകാലത്ത് അർജുനൻ്റെ കുതിരകളെ കുളിപ്പിക്കുന്ന കുതിരക്കാരനായി ഗീതാചാര്യനായ മഹാപ്രഭുവായ ഭഗവാൻ മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ കവി ഇവിടെ വർണ്ണിക്കുകയാണ്. ഒത്ത ശരീരമാണ് ഭഗവാന്. തലക്കെട്ടിനോട് ചേർന്ന് ചമ്മട്ടി തിരികെ വെച്ചിട്ടുണ്ട്. കടിഞ്ഞാൺ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നു. പിന്നെയോ അർജുനൻ്റെ തേർക്കുതിരകളെ നഖങ്ങൾ കൊണ്ട് ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ട് കൈകൊണ്ടും അവയെ വെള്ളം കോരി ഒഴിപ്പിച്ച് കുളിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ളവനും ദേവകിയുടെ പുണ്യരാശിയുമായ ആ ശ്രീകൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് കവി പറയുന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ, വലിയ ആരവങ്ങൾക്കിടയിൽ ഈ ജീവിതം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ആ ഒറ്റപ്പെടൽ മനോഹരമായി ആസ്വദിക്കാനും അനുഭവിക്കാനും അതിൽ സുന്ദരമായി ജീവിക്കാനുമാവുന്നത് അവിടെ ഒരേ ഒരു സുഹൃത്തുണ്ട് എന്നതാണ്. അത് അവിടുന്നാണ്. അരികിലെപ്പോഴുമുള്ള ആ നിറഞ്ഞ സാന്നിധ്യം അറിയാൻ കഴിയുന്നത് ഒറ്റയ്ക്കാവുമ്പോഴാണ്. നാരായണ. വ്രജയുവതി സഹായേ യൗവനോല്ലാസികായേ സകല ശുഭവിലാസേ കുന്ദമന്ദാരഹാസേ നിവസതു മമ ചിത്തം തത്പദായത്തവൃത്തം മുനിസരസിജമാനൗ നന്ദഗോപാലസൂനൗ. വീണ്ടും ആ കോമള സുന്ദര മോഹന മുകുന്ദനെ കവി വർണ്ണിക്കുകയാണ്. അവന് അമ്പാടി പെൺകിടാങ്ങളുടെ കൂട്ടുകെട്ടാണ് ഉള്ളത്. മംഗളഭംഗികളെല്ലാം തികഞ്ഞ യൗവനം തുളുമ്പുന്ന ശരീരമാണ് അവന്. അവൻ്റെ ചിരിയോ മുല്ലപ്പൂ പോലെയും മന്ദാരപ്പൂ പോലെയുമാണ്. പിന്നെ മഹർഷിമാരാകുന്ന താമരപ്പൂക്കളെ വികസിപ്പിക്കുന്ന സൂര്യനായ ഈ നന്ദഗോപനന്ദനനിൽ അവൻ്റെ തൃക്കാലുകളിൽ ചുറ്റിപ്പറ്റി എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണമേ എന്ന് കവി ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ സ്മരണ
എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. ഭഗവാനെ, നാരായണ, ഗുരുവായൂരപ്പ, പത്മനാഭ, വിസ്മയനീയമാംവിധം അവിടുന്ന് ഈ ജീവനെ പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു, പ്രതീക്ഷകളും വിശ്വാസവും ഉറപ്പിച്ചു നൽകുന്നു. ആശിക്കുമ്പോഴൊക്കെയും ഹൃദയം നിറയെ അവിടുന്ന് പ്രകാശിക്കുന്നു. മറ്റാരാലും ഏകുവാനാവാത്ത രക്ഷയുടെ മഹാകവചത്താൽ അവിടുന്ന് ഈ പ്രാണനെ പരിപാലിക്കുന്നു. മോഹനമായ ആ നീണ്ട നീലബാഹുക്കൾ സദാ ചേർത്തു പിടിക്കുന്നു. എൻ്റെ ഹൃദയകമലത്തിൽ മൃദുവായി ആ പാദമമർത്തി സദാ അവിടുന്ന് നിലകൊള്ളുന്നു. അനർഗളമായ അമൃതിൻ്റെ ഒരു ധാര അത് എൻ്റെ ഹൃദയഭിത്തികളെ സദാ നനച്ചുകൊണ്ടിരിക്കുന്നു. നീണ്ട നിമീലിത നേത്രവുമായി അവിടുന്ന് അവിടെ പള്ളി കൊള്ളുകയും ശ്രീയോടൊത്ത് വിരാജിക്കുകയും ചെയ്യുന്നു. നാരായണ. അരണ്യാനി മാദ്രസ്മിതമധുരബിംബാധരസുധാസരണ്യ സംക്രാന്തൈ സപദി മദയൻ വേണുനിനദൈഃ ധരണ്യാസാനന്ദോത്പുളകമുപഗൂഢാംഘ്രികമലഃ ശരണ്യാനാമാദ്യ സജയതു ശരീരീ മധുരിമാ. വീണ്ടും ആ വേണുഗോപാലമൂർത്തിയായ ഭഗവാന്റെ വർണ്ണനയാണ്. കുളിർപ്പുഞ്ചിരി കൊണ്ട് മധുരമായ അധരങ്ങളിലെ അമൃതധാരയിലൂടെ ഒഴുകിവരുന്ന വേണുനാദം കൊണ്ട് കാട് മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ടും, പിന്നെയോ അവിടുത്തെ അരവിന്ദ പാദങ്ങളെ ഭൂമിദേവി തലോടുന്നതിലൂടെ സന്തോഷിച്ച് കോൾമയിർ കൊണ്ടുകൊണ്ടും ആശ്രിത രക്ഷകന്മാരിൽ ആദ്യനായി ഉടലെടുത്ത ആ മാധുര്യം ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിജയിച്ചരുളുമാറാകട്ടെ എന്ന് കവി പറയുന്നു. ഭഗവാനെ, ഗുരുവായൂരപ്പ, വൃന്ദാവന വഴികളിലൂടെ അവിടുത്തോടൊപ്പം നടക്കണമെന്ന് എത്ര കാലമായി ആശിക്കുന്നു. ആ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് ചക്രവാളത്തിലേക്ക് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളിൽ മിഴിയുടക്കി ചുവന്ന സന്ധ്യയിൽ വേദമന്ത്രങ്ങൾ നിറയുന്ന വഴിത്താരയിലൂടെ വേദമായി മാറിയ ജഗന്നാഥൻ്റെ ഒപ്പം ഒരു യാത്ര. അപ്പോൾ ചുറ്റിലും നിറയുന്ന കളഭത്തിൻ്റെ നറുതുളസിയുടെ ഗന്ധം നിറഞ്ഞു വരും. അങ്ങേ തഴി കടന്നു പോകുന്ന കാറ്റ് എന്നെയും തൊട്ടുപോയേക്കാം. കൽപ്പാന്തത്തിലേക്ക് നീളുന്ന ആ യാത്രയ്ക്ക് അപ്പോൾ ഒരു പുതിയ ഉണർവ് ഉണ്ടാവും. മിഴി നിറയെ സ്നേഹത്തോടെ ഭഗവാനെ, അവിടുന്ന് എന്നെ നോക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് എനിക്ക് എൻ്റെ മകനാണ്, എൻ്റെ ഉണ്ണിയാണ്. നാരായണ. വിദഗ്ധഗോപാലവിലാസിനീനാം സംഭോഗചിഹ്നാങ്കിതസർവഗാത്രം പവിത്രമാംനായ ഗിരാമഗമ്യം ബ്രഹ്മപ്രപദ്യേ നവനീതചോരം. സമർത്ഥരായ ഗോപാലസുന്ദരിമാരുടെ കാമോപഭോഗങ്ങളുടെ ലക്ഷണങ്ങൾ ദേഹത്തിലെങ്ങുമുള്ളവനും പരിശുദ്ധനും വേദവാക്കുകൾക്ക് പിടികിട്ടാത്തവനും പുതുവെണ്ണ കക്കുന്നവനുമായ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നുവെന്ന് കവി പറയുന്നു. ഭഗവാൻ ബ്രഹ്മൻ തന്നെയാണെന്ന് കവിക്ക് സംശയമേയില്ല തന്നെ. ഭഗവാനെ, ഏറ്റവും സത്യവും പരിശുദ്ധവും നിർമ്മലവുമായത് അവിടുന്ന് മാത്രമാണ്. അവിടുത്തെ ഹൃദയത്തിൽ വഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല തന്നെ. കാരണം ഭഗവാനെ, ബഹുവിധ ചിന്തകളാൽ അവിടെ സദാ കലുഷിതമാണ്. അങ്ങ് അവിടെ ഇരിക്കുവാൻ തക്കവിധം പവിത്രത എനിക്ക് എൻ്റെ ഹൃദയത്തിന് നൽകുവാനായിട്ടില്ല. എങ്കിലും ഭഗവാനെ, ഞാനത് ആഗ്രഹിക്കുന്നു. സ്ഥിരമായി അവിടുന്ന്
എൻ്റെ ഹൃദയത്തിലും എൻ്റെ ശ്വാസത്തിലും ഓരോ തന്മാത്രയിലും അവിടുന്ന് നിറയണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രവിധം എൻ്റെ ജീവനെ അവിടുന്ന് ശുദ്ധിയാക്കി തരണേ. നിരന്തരമായി അങ്ങയെ കീർത്തിക്കാൻ കഴിയട്ടെ, സ്തുതിക്കാൻ കഴിയട്ടെ. അവിടുത്തെ നാമസ്മരണയിൽ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് വിറയ്ക്കുകയും മിഴികൾ തുളുമ്പുകയും ചെയ്യട്ടെ. അവിടുത്തെ രൂപം ദർശിക്കുന്ന മാത്രയിൽ അലൗകികമായ ആനന്ദം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു പോകട്ടെ, ഞാൻ ഇല്ലാതെയാവട്ടെ. നാരായണ.